സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നുവോ? ദൈവത്തിന്റെ കൃപയിലും അവന്റെ ദയയിലും മുൻപോട്ട് പോകുന്നുണ്ടോ? കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, ഞെരുക്കമുണ്ട്. ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. അവയെല്ലാം നോക്കിയാൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ചവനായ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ആയതുകൊണ്ട് ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഭാരപ്പെടേണ്ട കാര്യം ഇല്ല. അതേസമയത്ത് നിങ്ങൾക്ക് വേണ്ടി അവൻ ചിന്തിക്കുന്നതിനാൽ നിങ്ങളുടെ സകല ആകുലതകളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ എന്ന ദൈവവചനം പറയുന്നത് കൊണ്ട് പ്രാർത്ഥനയോടെ അപേക്ഷയോടെ നമ്മുടെ സകല ആവശ്യങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ വെക്കുമ്പോൾ അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അതുപോലെ നമ്മെ രക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് വചനം കേൾക്കാൻ ഒരുക്കമാണല്ലോ. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിക്കാം. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. 4-ാം വാക്യം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ഇവിടെ ഒരു കുടുംബത്തെ നമുക്ക് കാണാം. സാധാരണ നാം കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഭാര്യയും ഭർത്താവും മക്കളും എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ജ്യേഷ്ഠനും അനുജനും ചേച്ചിയും അനുജത്തിയും അവർ ചേരുന്നത് കുടുംബമാണ് എന്നുള്ളതായ വിഷയം ഇന്നുള്ള അനേകം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ചില കുടുംബത്തിൽ പിതാവ് മരിച്ചുപോയാൽ ആ വീട്ടിലുള്ള മൂത്ത ജ്യേഷ്ഠൻ ഒരു പിതാവിനെ പോലെ അനുജനെയും അനുജത്തെയും നോക്കുമായിരുന്നു, അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുമായിരുന്നു, വിവാഹം നടത്തിക്കൊടുക്കുമായിരുന്നു. താൻ വിവാഹം കഴിക്കാതെ പോലും, തന്റെ വിഷയങ്ങൾ നോക്കാതെ പോലും ഒരു പിതാവിനേക്കാൾ ഉത്തരവാദിത്തം കാണിക്കുന്നതായ അനേകം സഹോദരന്മാരെ എനിക്കറിയാം. ഒരുപാട് പേർ എൻ്റെ അടുക്കൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇളയ സഹോദരങ്ങളുടെ വിവാഹക്കാര്യത്തിനു വേണ്ടി എനിക്ക് വിവാഹം ചെയ്യുവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടിപ്പോൾ എൻ്റെ പ്രായം കൂടിപ്പോയിരിക്കുന്നു, അതുകൊണ്ടിപ്പോൾ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്ന സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഈ ദിവസം മാതാപിതാക്കളുടെയും ഭാര്യാഭർത്താക്കന്മാരുടെയും വിഷയം മാറ്റിവെക്കുകയാണെങ്കിൽ സഹോദരന്മാരുടെ മധ്യയിലും ഐക്യത നഷ്ടപ്പെട്ടു പോകുന്നു. എനിക്ക് ചേട്ടൻ അനുജന്മാരുണ്ട്, അനുജത്തിയും ചേച്ചിയുമുണ്ട് എന്ന് പറയുന്നവർ കൈകൾ ഉയർത്തിക്കാട്ടെ. എല്ലാവർക്കുമുണ്ട്. നല്ലതാണ്. നാം രണ്ട്, നമുക്കൊന്ന് എന്ന കാലത്ത് ജനിച്ചവരല്ല നാം. അതുകൊണ്ട് സ്തോത്രം. രണ്ടാളുകൾ വേണ്ട, ഒരാൾ മതി എന്ന കാലത്താണ് ജീവിക്കുന്നത്. എന്താണ്? 10 മക്കളും 11 മക്കളും 15 മക്കളും 25 മക്കളും ഒക്കെ ഉണ്ടായിരുന്ന അമ്മമാർ ഉള്ള കാലമാണത്. ഏറ്റവും കുറഞ്ഞ 7 മക്കൾ 8 മക്കൾ ഒരു കുടുംബത്തിലുണ്ട്. ഒരു വീട്ടിൽ മൂത്ത കുട്ടിക്ക് 20 വയസ്സാകുമ്പോൾ ഏറ്റവും ഇളയ കുട്ടിക്ക് 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സായിരിക്കും പ്രായം. ബാക്കിയുള്ള എല്ലാവർക്കും ഓരോരോ വയസ്സ് വ്യത്യാസം. എന്നാൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ ഈ കാലത്ത് കാണുവാൻ കഴിയില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളില്ല. ഉള്ള 2 പേർ ചേട്ടനും അനുജനും, അല്ലെങ്കിൽ ചേച്ചിയും അനുജത്തിയും, അല്ലെങ്കിൽ ഒരു ചേട്ടനും ഒരു അനുജത്തിയുമായിരിക്കും. അവർക്ക് എത്രമാത്രം ഐക്യതയുണ്ട്, അല്ലെങ്കിൽ അവർ പരസ്പരം സഹകരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് നോക്കുമ്പോൾ ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കുന്നു. സ്നേഹവും ഐക്യതയും ഇന്ന് കുറഞ്ഞു പോകുന്നു. ദൈവം നമ്മെ കുടുംബമായി ജീവിക്കണമെന്ന് പറഞ്ഞ്, സഹോദരനും സഹോദരിയുമൊക്കെയായി ജീവിക്കണമെന്ന് പറഞ്ഞ് ദൈവം ആഗ്രഹിച്ചിരുന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു സഭ മുഴുവൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ കുടുംബമാണത്. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവരും, സഹോദരന്മാർ എല്ലാവരും
ലോകപ്രകാരമുള്ള ബന്ധം അവർക്ക് തമ്മിൽ ഇല്ല എങ്കിലും അവർ ക്രിസ്തുവിന്റെ രക്തത്താൽ സംബന്ധിച്ച് പരസ്പരം ഐക്യതയോടെ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ പിശാച് എങ്ങനെയാണോ ഭൂമിയിലെ ആദ്യത്തെ കുടുംബത്തെ തകർത്തത്, അതുപോലെ ആദ്യത്തെ സഹോദരന്മാരെയും തമ്മിൽ ഭിന്നിപ്പിച്ചു. ആദ്യ സഹോദരന്മാരാരാണ്? കയീനും ഹാബേലും. ലോകത്തിൽ വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. ഒരു ചേട്ടന് ഒരു അനുജനും, ഒരു അനുജന് ഒരു ചേട്ടനും. എത്രത്തോളം സ്നേഹത്തോടെ അവർ ഐക്യതയോടെ ജീവിക്കേണ്ടവരായിരുന്നു. തൻ്റെ കൊച്ചനുജനെ എത്രമാത്രം സ്നേഹിക്കേണ്ടതായിരുന്നു. എന്നാൽ കയീൻ എന്തു ചെയ്തെന്ന് നമുക്ക് അറിയാം. ഹാബേലിനോട് അസൂയ ഉണ്ടായിട്ട്, കോപം ഉണ്ടായിട്ട് അവസാനം അവനെ കൊന്നുകളയുന്നതും നമുക്ക് കാണാം. അതേ അവസ്ഥ ഈ കാലത്തുള്ളതായ മനുഷ്യരുടെ ഇടയിൽ കാണുന്നു. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹം നഷ്ടപ്പെട്ടതായ അവസ്ഥ. അവർ പരസ്പരം അസൂയപ്പെടുകയും പോരാടുകയും ചെയ്യുന്നതായി കാണുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നല്ലൊരു കുടുംബമുണ്ട്, ഇവിടെ മാതാപിതാക്കൾ ഉള്ളതായിട്ട് പറയുന്നതേയില്ല. ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങളുടെ പിതാവ് എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ പറയും, പിതാവില്ല. അപ്പോൾ ഒരുപാട് ദുഃഖം എനിക്കുണ്ടാകാറുണ്ട്. മാതാവ് മരിച്ചുപോയി, അപ്പോൾ വളരെ ദുഃഖമുണ്ടാകും. അപ്പൻ മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി. അതെന്താണ് രണ്ടുപേരും മരിച്ചുപോയെന്ന് ഒരാളോട് ഞാൻ ചോദിച്ചു. ആ അനുജൻ പറഞ്ഞു, രണ്ടുപേരും ആക്സിഡന്റിൽ ഒരേ ദിവസം തന്നെ മരിച്ചു. ചിലർ പറഞ്ഞിട്ടുണ്ട്, അപ്പം മരിച്ചതിന് സങ്കടത്തെ 2 വർഷം കഴിഞ്ഞ് മാതാവും ആ വിഷമത്താൽ മരിച്ചുവെന്ന്. അപ്പനും അമ്മയും ഇല്ലാത്ത സമയത്ത് സഹോദരങ്ങൾ തമ്മിൽ എത്രമാത്രം സ്നേഹത്തോടെ ഐക്യതയോടെ ആയിരിക്കണം. എന്നാൽ പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യതയുമുള്ളൂ. മാതാപിതാക്കൾ മരിച്ചുപോയതിനു ശേഷം അവർ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്നു. അത് വചനപ്രകാരമായതുള്ളതല്ല, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതല്ല. നാം മാതാപിതാക്കളുടെ തണലിലായിരിക്കും. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഭവനത്തിൽ ഞാനായിരുന്നു മൂത്തപുത്രൻ. എനിക്ക് താഴെ 7 മക്കൾ ഉണ്ടായിരുന്നു. 3 അനുജന്മാരും 4 അനുജത്തിമാരും ഉണ്ടായിരുന്നു. ഞാൻ 18ാമത്തെ വയസ്സിൽ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. എൻ്റെ അനുജന്മാർ ആ കാലത്ത് തന്നെ ഹൈദരാബാദിൽ വന്നിട്ട് ജോലി നേടുവാൻ ഇടയായി. എൻ്റെ അമ്മ എൻ്റെ അനുജന്മാരോട് പറയുമായിരുന്നു, മക്കളെ, നിങ്ങളുടെ ചേട്ടൻ ദൈവവേല ചെയ്യുന്നവനാണ്, വിശ്വാസത്തോടെ ദൈവവേല ചെയ്യുകയാണ്, ഗ്രാമങ്ങളിൽ പോയാണ് ദൈവവേല ചെയ്യുന്നത്. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു, നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ചേട്ടന് നിങ്ങൾ സഹായം അയച്ചു കൊടുക്കണം എന്ന് അവരോട് പറഞ്ഞിട്ട് അവരുടെ കൈകൊണ്ട് എനിക്ക് പണം അയപ്പിച്ചു തരുമായിരുന്നു. ആരാണ്? എൻ്റെ അമ്മ. എന്നോട് എന്ത് പറഞ്ഞുവെന്ന് അറിയാമോ? മകനേ, നിന്നെക്കുറിച്ച് എനിക്ക് വിഷമമില്ല, നീ ദൈവത്തെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നിന്റെ അനുജന്മാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്റെ അനുജന്മാർ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം, അവരും ദൈവത്തിന്റെ വേലയിൽ ഭാഗവാക്കായി തീരണം. നിന്റെ അനുജന്മാർ ആത്മീയമായി ബലപ്പെടണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. എന്റെ വിഷയങ്ങളെ അവരെ ഏൽപ്പിച്ചിരുന്നു സഹായിക്കുവാൻ. എന്താണ്? അമ്മയൊരു ആശ്രയമായിരുന്നു. അതുപോലെ അപ്പനും. മാതാപിതാക്കളില്ലാത്തപ്പോൾ എന്നുള്ളതായ സഹോദരങ്ങൾ തമ്മിൽ അത്ര ഐക്യതയോടെ ജീവിക്കുന്നില്ല. കൂട്ടുകാരന്റെ തോളിൽ കൈയിട്ട് നടക്കാൻ കുഴപ്പമില്ല, എന്നാൽ അനുജന്റെ കയ്യിൽ തോടുമ്പോൾ എന്തോ ഒരു കുറവ് പോലെയാണ്. ചേട്ടന്റെ തോളിൽ കൈയിടാൻ ഭയമാണ്. അങ്ങനെയുള്ള ചേട്ടനും അനുജനും ഉണ്ടോ ഇവിടെ? ചേട്ടനും അനുജനും തമ്മിൽ സ്നേഹിതന്മാരെക്കാൾ ഉള്ളതായ ബന്ധമാണ്. ഒരേ രക്തത്തിൽ പിറന്ന ആളുകളാണ്, ഒരേ കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ്. നിങ്ങൾ മുതിർന്നവരായാലും വിവാഹം കഴിഞ്ഞാലും നിങ്ങൾക്ക് മക്കൾ ഉണ്ടായാലും ആ കസിൻസ് എന്നുള്ളതായ വാക്ക് മാറ്റി പരസ്പരം ഐക്യതയുള്ളവരായി ജീവിക്കണം എന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശമായിട്ടുള്ളത്. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നമുക്ക് ഐക്യതയോടുകൂടി ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അനേകം കുടുംബങ്ങളിൽ ജനിച്ച പല പല പശ്ചാത്തലമുള്ളതായ ആളുകളെയെല്ലാം ഇതുപോലെ ദൈവസന്നിധിയിൽ വരുന്ന സമയത്ത് ആ സഹോദര സ്നേഹവും ആ ഐക്യതയും നമുക്ക് എങ്ങനെ കാക്കുവാൻ കഴിയും? ഇവിടെ മാർത്തയും മറിയയും ലാസറും 3 പേരുണ്ട്. ഇവരുടെ വിവാഹം കഴിഞ്ഞതായിട്ട് കാണുന്നില്ല, അതുപോലെ മാതാപിതാക്കൾ ഉള്ളതായിട്ടും കാണുന്നില്ല. അതുപോലെ ഇവർ 3 പേരും ഒരുപോലെയല്ല. മറ്റൊരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കുക, ചേട്ടൻ ചേട്ടനാണ്, അനുജൻ അനുജനാണ്, ചേച്ചി ചേച്ചിയാണ്, അനുജത്തി അനുജത്തിയാണ്. അവർ ഒരേ രീതിയിലുള്ളവർ ആയിരിക്കുകയില്ല. ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ചവരാണ്, എന്നാൽ ഒരുപോലെ ആയിരിക്കുകയില്ല. അവരുടെ രൂപങ്ങൾ വേറെ വേറെ ആയിരിക്കാം, അവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ വേറെ വേറെ ആയിരിക്കാം. വ്യത്യസ്തതയിലുള്ള ഐക്യതയാണ് യഥാർത്ഥമായ ദൈവത്തിന്റെ കാര്യം, ദൈവത്തിന്റെ സ്നേഹം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതാണ് നമ്മുടെ ഭാരതത്തിലുള്ളതായ വലിയ കാര്യം. നിന്റെ ഹൃദയത്തിൽ നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുമായി ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതിൽ വലിയ കാര്യമൊന്നുമല്ല.
നിന്റെ ഇഷ്ടമനുസരിച്ച് നിന്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകളോട് നീ വളരെ ഐക്യതയോടാണ് എന്ന് പറയുന്നതിൽ വലിയതായ കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. നിന്നിൽ ഇല്ലാത്തത് അവനിൽ ഉണ്ടാകുമ്പോൾ നീ അത് സ്വീകരിക്കും. നിന്നിലുള്ളതായ നന്മ അവന് പഠിപ്പിച്ചു കൊടുത്ത് ഏകതയോടെ ജീവിക്കുമ്പോൾ അതാണ് യഥാർത്ഥ ദൈവസ്നേഹം, അതാണ് ദൈവപ്രവൃത്തി. ദാവീദ് ആട്ടിടയനായിരുന്നു, യോനാഥാൻ രാജകുമാരനായിരുന്നു. ഒരു രാജകുമാരനും ആട്ടിടയനും തമ്മിൽ സ്നേഹബന്ധമുണ്ടാകുമോ? അത് നടക്കുമോ? അതുമാത്രമല്ല, ദാവീദ് യോനാഥാന് എതിരായിട്ടാണ് വരേണ്ടത്. എന്തുകൊണ്ടെന്നാൽ രാജാവിന് ശേഷം അടുത്ത രാജാവായി മാറേണ്ടത് യോനാഥാനാണ്, ശലോമോന് ശേഷം. എന്നാൽ ഇവിടെ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ശത്രുവായിട്ടാണ് വരേണ്ടത്. യോനാഥാന് ദാവീദിനോട് പകയാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അവർ രണ്ടുപേരും പ്രാണസ്നേഹിതന്മാരായിരുന്നു എന്ന്. എന്താണ് എഴുതിയിരിക്കുന്നത്? അവർ രണ്ടുപേരും പ്രാണസ്നേഹിതന്മാരായിരുന്നു. ദാവീദുമായി സംസാരിച്ചതിന് ശേഷം അവന്റെ മനസ്സ്, ദാവീദിന്റെ മനസ്സും യോനാഥാന്റെ മനസ്സും കൂടിച്ചേരുവാൻ ഇടയായി. അവന്റെ വാക്കുകളിൽ കണ്ടതായ ആ സ്നേഹവും ആ വിശ്വസ്തതയും എല്ലാം കണ്ടിട്ട് യോനാഥാന് ദാവീദിനോട് ഒരുപാട് സ്നേഹം തോന്നി. ഇവൻ എന്നേക്കാൾ യോഗ്യനാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ഞാനാണ് വലിയവൻ എന്ന മനസ്സ് ആരുടേതാണ്? പിശാചിൻ്റെതാണ്. എന്നെക്കാൾ യോഗ്യൻ മറ്റൊരുവനുണ്ട് എന്ന് മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയുന്നതായ സ്വഭാവം യേശുക്രിസ്തുവിനുള്ളതായ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളുവീൻ. യോനാഥാൻ നീ രാജാവാകുക, ഞാൻ രണ്ടാമനായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതെന്താണ്? ദാവീദേ, ഞാൻ രാജാവാകാം, നിന്നെ മന്ത്രിയാക്കി മാറ്റാം എന്നാണ് പറയേണ്ടിയിരുന്നത്. എന്നാൽ എന്നേക്കാൾ ഇവൻ യോഗ്യനാണെന്ന് എണ്ണുവാൻ കഴിഞ്ഞു. ഈ കാലത്ത് നമ്മുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാ രീതിയിലും മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് ഐക്യതയോടായിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഐക്യതയോടുകൂടി സമാധാനത്തോടുകൂടി ആയിരിക്കണം എന്നതാണ് ദൈവത്തിൻ്റെതായ ഉദ്ദേശം. ശാന്തിയും സമാധാനവും എന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും രാജ്യത്തിലും കാണേണ്ടതാണ്. എന്നെപ്പോലെ എല്ലാവരും ആയിരിക്കണം എന്നുള്ളത് അജ്ഞാനമാണ്. ഓരോരുത്തരുടെയും വില മനസ്സിലാക്കി അവരവർ ജീവിക്കുന്നതാകുന്നു നല്ലത്. ഇവിടെ മാർത്തയെ നോക്കുമ്പോൾ മാർത്തയുടെ സ്വഭാവം എന്താണെന്ന് നോക്കാം. ഇവിടെ മാർത്തയ്ക്ക് നല്ല ഒരു മനസ്സുള്ള ആളാണ്. ആതിഥ്യം കൊടുക്കുന്നതായ മനസ്സാണ്, ആഹാരം കൊടുക്കുന്നതായ മനസ്സാണ്, ശുശ്രൂഷിക്കുവാനുള്ളതായ മനസ്സുണ്ട്. വിരുന്നിൽ നല്ല രീതിയിൽ ആഹാരം വെച്ച് വിളമ്പി കൊടുത്ത് പാത്രങ്ങളെല്ലാം കഴുകി. ചില സ്ത്രീകളെ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ പറയും പാചകമാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ ചിലർ പറയും അതും പാചകമാണെന്ന്. അനേകം ആളുകളും കരഞ്ഞുകൊണ്ടാണ് പാചകം ചെയ്യുന്നത്. ഓ, എൻ്റെ വിധിയായി, ഞാനിവിടെ വന്നു കയറി, എൻ്റെ വിധിയാണ്. ഏത് ജോലിയാണെങ്കിലും സന്തോഷത്തോടെ ചെയ്യുവാൻ പഠിക്കുക. ചില ആളുകളെ സംബന്ധിച്ച് തറ തുടയ്ക്കുന്നത് അത് കുറഞ്ഞൊരു പണിയാണ്, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നത് ഒരു വിലയില്ലാത്ത പണിയാണ്, പാത്രം കഴുകുന്നത് വേലക്കാരുടെ പണിയാണ് എന്ന് പറഞ്ഞ് നാം തന്നെ അതിനൊരു ലെവൽ വെച്ചിരിക്കുകയാണ്, ഒരു മുദ്ര വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല. നീ കഴുകിയെടുത്തതായ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നതായ സമയത്ത് അതിൽ നിന്റെ പ്രത്യേകത കാണപ്പെടാൻ കഴിയും. ചിലർ പഴയ പാത്രം കഴുകിയാൽ പുതുതായിട്ട് തോന്നും, ചിലർ പുതിയ പാത്രം കഴുകിയാൽ അത് പഴയതായിട്ട് തോന്നും. ചില ആളുകൾ വസ്ത്രം കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് വസ്ത്രം കഴുകും. എന്നാൽ ചിലർ വസ്ത്രം കഴുകിയാൽ പിന്നെ ആ വസ്ത്രം ഒന്നിനും കൊള്ളുകയില്ല. ഏത് ജോലി ചെയ്താലും അത് വൃത്തിയായിട്ട് ചെയ്യുക, പൂർണ്ണ മനസ്സോടെ ചെയ്യുക. കൂടുതൽ പണി കുറച്ച് പണി എന്ന് ഉള്ളതായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വീണിരിക്കുന്നു. നീ ചെയ്യുന്ന പണി ഏത് പണിയാണെങ്കിലും വിശ്വസ്തയോടെ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കുവാനിടയാകും. മാർത്തയെ നോക്കുമ്പോൾ ആഹാരമുണ്ടാക്കുന്നത്, എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്നത്, എല്ലാവരെയും ശുശ്രൂഷിക്കുന്നത്, അതൊക്കെ അവളെ സംബന്ധിച്ച് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. യേശുക്രിസ്തു വഴിയിൽ കൂടി പോയപ്പോൾ നിർബന്ധിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ ആ മാർത്ത കൊണ്ടുവന്നു. ബഥാനിയയില് മറിയുടെയും മാർത്തയുടെയും ലാസറിന്റെ വീട്ടിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ചെറിയൊരു വീടാണത്. ആ ചെറിയ വീട്ടിലേക്ക് കർത്താവ് ആഹാരം കഴിക്കാൻ വേണ്ടി പോയി. ആ ചെറിയ വീടിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു കാർപ്പൻ്ററിന്റെ ഷെഡ് കാണുവാനായിട്ട് കഴിയും. അവിടെ തന്നെ ജോലി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ തന്നെ താമസിക്കുന്ന ഒരവസ്ഥയാണ്. ആ ചെറിയ ഭവനത്തിൽ കർത്താവ് പോയി. കാരണം അവിടെ സ്നേഹമുണ്ട്, അവിടെ ആതിഥ്യം ഉണ്ട്. നമ്മുടെ വീട് എത്ര വലുതാണോ, നമ്മുടെ വീട്ടിൽ എത്ര വില കൂടിയതായ ഡൈനിങ് ടേബിള്, AC, അത് ഇത് എന്തൊക്കെയുണ്ട് എന്നുള്ളതല്ല പ്രധാനം. സ്നേഹമുള്ള സ്ഥലത്ത് കഞ്ഞി കുടിച്ചാലും അത് സന്തോഷമാണ്. പിശുക്കന്റെ വീട്ടിൽ പോയിട്ട് കോഴിമാംസം കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ്. സ്നേഹത്തോട് കൊടുക്കുന്നത് എന്താണെങ്കിലും അത് രുചികരമായിരിക്കും.
അസൂയയോടും വെറുപ്പോടും കൊടുക്കുന്ന കാര്യങ്ങൾ, അത് എന്തൊക്കെ ആർഭാടമാണെങ്കിലും അതിന് തൃപ്തി ഉണ്ടാകില്ല. കർത്താവ് അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ബഥാനിയിലൂടെ പോകുമ്പോൾ ആ വീട്ടിൽ അവൻ വിശ്രമിക്കുമായിരുന്നു. അതുപോലെ കഫർനഹൂമിൽ ചെല്ലുമ്പോൾ അവിടെയൊരു സ്ത്രീയുണ്ട്. ആരാണ്? നിങ്ങൾ പറയണം. പത്രോസിന്റെ അമ്മായിയമ്മ. അവരും ആതിഥ്യം കൊടുക്കുമായിരുന്നു. അവിടെ സമുദ്രത്തിന്റെ തീരത്ത് ഉണ്ടായിരുന്ന വീട്. യെരുശലേമിൽ പോകുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്. അവർ പനി പിടിച്ചു കിടന്നപ്പോൾ കർത്താവ് ചെന്ന് സൗഖ്യമാക്കുകയും അവർ എഴുന്നേറ്റ് പരിചരിക്കുകയും ചെയ്തെന്ന് പറയുന്നു. കർത്താവിനെ ശുശ്രൂഷിച്ച ആ ഭവനം ഇന്നും അവിടെ ഉണ്ട്. അതിന്റെ മുകളിൽ തന്നെ ഒരു വലിയ ആലയം പണിതിരിക്കുന്നു. അതിന്റെ താഴെ ആ ഭവനം അതുപോലെയുണ്ട്. കർത്താവ് ആ ദേശത്ത് പോകുമ്പോൾ ആ വീട്ടിൽ താമസിച്ചിരുന്നു. അതുപോലെ ബഥാനിയിൽ ലാസറിന്റെ വീട്ടിലും താമസിച്ചിരുന്നു. അവർ ദൈവത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. മാർത്ത ആഹാരം കൊടുക്കുമായിരുന്നു. എന്നാൽ മറിയ എന്താണ് ചെയ്തിരുന്നത്? അവൾ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. പാവം. അവളുടേത് ഒരേ ഒരു പണിയാണ്. എന്താണ്? കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം, കർത്താവിനെ എങ്ങനെ ആരാധിക്കണം, കർത്താവിന്റെ വചനങ്ങൾ എങ്ങനെ കേൾക്കണം, കർത്താവിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം, കർത്താവിനെ ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കണം. സഹോദരിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, എല്ലാം കർത്താവിന് വേണ്ടിയാണ്. പച്ചക്കറി ഒന്ന് അരിഞ്ഞു തരാൻ പറഞ്ഞാൽ നിൽക്ക്, എനിക്കിപ്പോൾ യേശുവിൻ്റെ അടുക്കൽ പോകണമെന്ന് പറയും. അടുക്കളയിൽ വന്നത് സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ പറയും, അത് പിന്നാണെങ്കിലും ചെയ്യാം, ഇപ്പോൾ കർത്താവ് വന്നിരിക്കുന്നു എന്ന് പറയും. നോക്ക്, യേശുക്രിസ്തു നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന എത്ര ഭാഗ്യമാണ്. അവൻ പറയുന്ന വചനങ്ങൾ കേട്ടുനോക്കൂ എന്ന് പറഞ്ഞ് അവൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് വചനങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. അതുപോലെ വിലയേറിയതായ സ്വച്ഛ ജഡമാംസ തൈലം, വിലയേറിയ തൈലം, ആ കുപ്പിയുടെ വില നോക്കിയാൽ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ മൊത്തം വിലയാണ്. ഒരു മാസത്തെ ശമ്പളമല്ല, ഒരു വർഷത്തെ ശമ്പളം എത്രയാണോ അത്രയും വിലയേറിയതാണ്. നമ്മുടെ ഭാരതത്തിൽ നോക്കിയാണ് വിവാഹത്തിൻ്റെ സമയത്തിന് വേണ്ടി ചില ആളുകൾ സ്വർണം വാങ്ങിച്ച് സൂക്ഷിച്ചു വയ്ക്കും. വിവാഹത്തിന് വേണ്ടി വാങ്ങി സൂക്ഷിച്ചു വെക്കും. മൂന്നാമത്തെ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് പണയം വെക്കും ചെയ്യും. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ചെലവിന് വേണ്ടി പണമെന്ന് സ്വർണ്ണമായിട്ടാണ് സൂക്ഷിച്ചത്. ആ കാലത്ത് വിവാഹം കഴിയാത്ത പെൺകുട്ടികൾക്ക് വേണ്ടി അത്തർ വാങ്ങിച്ചു വെക്കുമായിരുന്നു. അത് വിവാഹത്തിനും ഉപയോഗിക്കാൻ കഴിയും. ഒരുപക്ഷെ വിവാഹത്തിന് പണത്തിന്റെ ആവശ്യം വന്നാൽ ആ അത്തർ വിറ്റിട്ട് പണം വാങ്ങുവാനും കഴിയുമായിരുന്നു. സോ അതിനുവേണ്ടി തന്റെ മാതാപിതാക്കൾ തനിക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിരിക്കുന്നതായ ആ സമ്പാദ്യം മുഴുവൻ കൊണ്ടുവന്ന് അവന്റെ പാദപീഠത്തിങ്കൽ വെച്ചു. അവനെ അവൾ ആരാധിച്ചു. അവൾ ആരാധനപ്രിയയായിരുന്നു, പ്രാർത്ഥനയുള്ളവളായിരുന്നു, വചനത്തെ ദാഹത്തോടെ സ്വീകരിച്ചിരുന്നവളാണ്. കർത്താവിനെ ശുശ്രൂഷിക്കണം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു വിചാരിച്ചാലും എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കർത്താവിന് തന്റെ ഹൃദയത്തെ സമർപ്പിച്ചതായ സ്ത്രീ. അതുപോലെ ലാസറിനെയും കാണാം. ലാസർ ആരാണ്? അഡ്രസ് ഇല്ലാത്തവൻ. നിങ്ങൾ നോക്കുക, യേശു കർത്താവ് ചെല്ലുമ്പോൾ ലാസറിനെ അവിടെ കാണുവാൻ കഴിയില്ലായിരിക്കും. മാർത്തയ്ക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയിരുന്നിരിക്കാം, അല്ലെങ്കിൽ സൈക്കിൾ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിരുന്നിരിക്കാം. എന്നാൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതാകട്ടെ, അവൻ്റെ വചനം കേൾക്കുന്നതാകട്ടെ കാണുവാൻ കഴിയുന്നില്ല. ലാസറിനെ നോക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന കൂട്ടർ, വെളിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, സഭയിൽ വചന ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലരാണെങ്കിൽ, ചിലർ നോക്കൂ അവിടെ ക്യാമറ പിടിച്ച് നിൽക്കുന്ന ആളുകളെ പോലെ, അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിൽ ഇരിക്കുന്ന ആളുകളെ പോലെ, വോളണ്ടിയേഴ്സായി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അകത്തേക്ക് ആളുകളെ കടത്തിവിടുന്നവരെ, രജിസ്റ്ററൊക്കെ പിടിച്ചു നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഏതോ ഒരു ജോലിയിൽ അവർ ഉറച്ചു നിൽക്കും. ഇവരെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ നല്ലതുമാണ്, എന്നാൽ അപകടകരവുമാണ്. എന്തുകൊണ്ടാണ് അവർ ഈ സ്ഥാനത്തേക്ക് വന്നത്? ഇവർക്ക് ആ സ്ഥാനത്തെക്കുറിച്ച് വളരെ ആഗ്രഹമാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യണമെന്നുള്ള ആശയുണ്ട്. അങ്ങനെ മുൻപോട്ട് വന്നു, പണികൾ ചെയ്യുന്നു. പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സ് കർത്താവിൽ വയ്ക്കുന്നില്ല എങ്കിൽ അപകടകരമാണ്. മാർത്തയും അങ്ങനെയായിരുന്നു. ജോലിയിൽ തിരക്കുള്ളവൾ, വേലക്കാരിയല്ല, എന്നാൽ ജോലിയിൽ തിരക്കുള്ളവളായിരുന്നു. എങ്ങനെയുള്ളവളാണ്? യേശുക്രിസ്തു വന്നെന്നറിഞ്ഞാൽ ദോശയും ഇഡലിയും ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കി ഭയങ്കര. നോക്ക്, ചിലരെ ഭക്ഷണക്കാരെ ഏൽപ്പിച്ചാൽ ഒരേ കാര്യം തന്നെ ഉണ്ടാക്കുകയില്ല, എത്രയോ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. അത്രയും ആഹാരം കൊടുത്താൽ അത്രയും അനുഗ്രഹമാണെന്നാണ് വിചാരിക്കുന്നത്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, അവിടെ ഇരുത്തി. അവൾ അടുക്കളയിലേക്ക് പോയി. ധൃതി വെച്ച് പണി ചെയ്യുമ്പോൾ കൈ മുറിഞ്ഞോ കൈ പൊള്ളിയോ എന്താണെന്ന് എനിക്ക് അറിയില്ല. പെട്ടെന്ന് കടന്നു വരികയാണ്, കയ്യിലൊരു തവിയൊക്കെ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. എനിക്ക് ആ സീൻ എൻ്റെ മനസ്സിൽ കാണുവാൻ തന്നെ കഴിയുന്നതാണ്. ഞാൻ ഒരാൾ മാത്രം ഇവിടെ കഷ്ടപ്പെടുമ്പോൾ നിനക്ക് വിചാരമില്ലയോ എന്ന് ആരോടാണ് ഒച്ച വയ്ക്കുന്നത്? ആരോടാണ് പറയുന്നത്? ഇവിടെ യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് ഇത്രമാത്രം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരണം എന്ന്. സഹോദരിയോട് കോപമുണ്ടെങ്കിൽ, സഹോദരിയോട് പിണക്കമുണ്ടെങ്കിൽ, സഹോദരി മറിയെ നീ ഇവിടെ വരൂ എന്നാണ് വിളിക്കേണ്ടത്. ഇവിടെ കർത്താവിനോട് ഒച്ച വയ്ക്കുകയാണ്. ഈ കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇങ്ങനെയാണ്, കോപം കൂടുതലാണ്. ഈ ലീഡേഴ്സിനെ കണ്ടിട്ടില്ലേ, ഒച്ച വെച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് വേണ്ടി എല്ലാവരും വേണം. പണി ചെയ്യുന്ന ആളുകൾ വേണം, വാക്യം പറയുന്നവർ വേണം, വചനം കേൾക്കുന്നവർ വേണം.
നീ ഏതെല്ലാം പണികൾ ചെയ്താലും ശരി, നിന്റെ മനസ്സ് കർത്താവിൽ തന്നെ ആയിരിക്കണം. മറിയയുടെ സ്വഭാവം വേറെയാണ്, മാർത്തയുടെ സ്വഭാവം വേറെയാണ്, ലാസറിന്റെ സ്വഭാവവും വേറെയാണ്. അവരുടെ ആത്മീയ ജീവിതത്തിൽ ഒരേപോലെയുള്ളവർ അല്ല. ഓരോരുത്തർ ഓരോരോ സ്ഥാനത്ത് ആകുന്നു. എന്നാൽ എനിക്ക് വിചിത്രമായി തോന്നിയ കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ നല്ലൊരു വചനമുണ്ട്, നിങ്ങളത് വായിക്കുക. 11-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. മാർത്തയെ കൂടുതലും മറിയയെ അല്പം കുറച്ചും. ലാസറിനെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ മറിയയെയും സ്നേഹിച്ചു, മാർത്തയെയും സ്നേഹിച്ചു, ലാസറിനെയും സ്നേഹിച്ചു. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മീറ്റിങ്ങിന് എല്ലാവരും വന്ന് ഒരാൾ മാത്രം വന്നില്ല. വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ വന്നില്ല, മീറ്റിങ്ങിന് വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് വന്നില്ല എന്ന് ചിലർ വന്ന് പറയാറുണ്ട് എൻ്റെ അടുക്കൽ. ശരിയല്ലേ? അതുകൊണ്ട് നീയാണ് മീറ്റിങ്ങിന് വന്നതുകൊണ്ട് നിന്നെ മാത്രമാണ് കർത്താവ് സ്നേഹിച്ചതെന്നാണോ? ഇവിടെ വന്നാൽ നിങ്ങളെയാണ് സ്നേഹിച്ചത്, നിങ്ങളുടെ സഹോദരനെ സ്നേഹിച്ചില്ലെന്നാണോ? ഇവിടെ വന്നിട്ട് സ്തോത്ര കാഴ്ച തന്നാൽ നിങ്ങളെ മാത്രമാണ് സ്നേഹിച്ചതെന്നുണ്ടോ? റോഡിൽ കൂടി നടക്കുന്ന ആളുകളെ സ്നേഹിച്ചിട്ടില്ലേ? അവന്റെ സ്നേഹം എല്ലാവരുടെ മേലും ഒരുപോലെ തന്നെയാണ്, അതിൽ പക്ഷപാതമില്ല. നീ അവന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നതനുസരിച്ചല്ല അവന്റെ സ്നേഹമുള്ളത്. അവന്റെ സ്നേഹം മാറാത്ത സ്നേഹമാണ്, തണുത്തു പോകാത്ത സ്നേഹമാണ്, അത് മറക്കാത്ത സ്നേഹമാണ്. അവൻ ആദ്യം തന്നെ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുന്നത്. എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിൽ കൂടി മാത്രമേ അവരെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയൂ. ഒരു വ്യക്തിയുമായി കലഹിച്ചാൽ ആ വ്യക്തിയെ നമുക്ക് നേടുവാൻ കഴിയുകയില്ല. ഒരു വ്യക്തിയെ വിമർശിച്ചാൽ ആ വ്യക്തിയുടെ മുഖം നമുക്ക് കാണാൻ കഴിയില്ല. അവരെ യേശുവിനു വേണ്ടി നേടുവാൻ കഴിയില്ല. സ്നേഹമാണ് ജയം നൽകുന്നത്. യേശുവിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ കാലത്ത് കഠിന ഹൃദയമുള്ളവരെ മാറ്റുന്നത്. യേശുവിൻ്റെ സ്നേഹത്താൽ ഈ കാലത്ത് പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന അനേകം ആളുകളും രക്ഷിക്കപ്പെടുവാനിടയാകുന്നു. അവന്റെ കൈകാലുകൾ ബന്ധിച്ചിട്ട് അവനെ അടിക്കൂ എന്ന് ശതാധിപൻ കൽപ്പിച്ചതായ സമയത്ത് കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായ കർത്താവ് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് പറഞ്ഞെന്നറിയാമോ? ആ ശതാധിപൻ എന്താണ് പറഞ്ഞത്? ഇവൻ യഥാർത്ഥമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു. ഇത്രയും സമയം ഉപദ്രവിച്ചതായ വ്യക്തി, ഹിംസിച്ചതായ വ്യക്തി, ദുഷിച്ചതായ ആ വ്യക്തി ആ സ്നേഹസ്വരൂപനായ കർത്താവിന്റെ വാക്കുകൾ കേട്ട സമയത്ത് അവന്റെ ഹൃദയത്തിൽ അത് സ്പർശിച്ചിട്ട്, അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് പറഞ്ഞു, ഇവൻ യഥാർത്ഥമായും ദൈവപുത്രനായിരുന്നുവെന്ന് സമ്മതിച്ചു. സ്നേഹത്തോടുകൂടി മാത്രമേ ഒരു മനുഷ്യനെ കർത്താവിലേക്ക് നടത്തുവാൻ കഴിയുകയുള്ളൂ. ദൈവമഹത്വം അപ്പോഴേ വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ! എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നീയും നിന്റെ വീട്ടുകാരും, നീയും നിന്റെ സഹോദരനും നിന്റെ സഹോദരിയും ഐക്യതയോടുകൂടി കർത്താവിനെ ആരാധിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നീ രക്ഷിക്കപ്പെട്ടാൽ നിന്റെ അനുജന്മാരെയും നിന്റെ സഹോദരിമാരെയും നിന്റെ സഹോദരന്മാരെയും നിന്റെ ബന്ധുക്കളെയും കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ രക്ഷിക്കപ്പെടാത്ത സഹോദരങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ ഈ ദിവസം തന്നെ ഈ പ്രാർത്ഥന ചെയ്യുക. എന്നെ അനുഗ്രഹിച്ച കർത്താവേ, എന്റെ വീട്ടുകാരെയും അനുഗ്രഹിക്കണമേ, എന്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. എന്റെ കുടുംബത്തിൽ ഐക്യതയും സ്നേഹവും നീ നൽകണമേ അപ്പാ. എല്ലാ വ്യക്തികൾക്കും വായി തുറന്ന് പ്രാർത്ഥിക്കാം. രണ്ടു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ അപ്പാ. നീ ഞങ്ങളുടെ സ്വർഗീയ പിതാവാകുന്നുവല്ലോ. സ്വർഗസ്ഥനായിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ വിളിക്കുന്നു അപ്പാ. ഞങ്ങളുടെ വീട്ടിലുള്ള സഹോദരന്മാരും സഹോദരിമാരും അല്ലാതെ ഈ ലോകത്തിലുള്ള സകല ജനത്തെയും ഞങ്ങളുടെ സഹോദരങ്ങളായിട്ട് ഞങ്ങൾക്ക് കാണുവാനും, ഞങ്ങളുടെ അയൽക്കാരെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായി കാണുവാനും, നശിച്ചു പോകുന്നതായ ആളുകളെ രക്ഷയിലേക്ക് നടത്തുവാനുള്ളതായ ആത്മഭാരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നിന്റെ മക്കളായിരിക്കുന്ന ഞങ്ങളെല്ലാം കർത്താവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട ഞങ്ങളെല്ലാവരും സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങൾ ആയിരിക്കുന്നു എന്നും ഞങ്ങളെല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നും തിരിച്ചറിയേണ്ടതിനും ഞങ്ങളുടെ മധ്യയിൽ സ്നേഹവും ഐക്യതയും ഉണ്ടാകേണ്ടതിനും പ്രാർത്ഥനയും സഹകരണവും ഐക്യതയും കൂടിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം,
ദിവ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ഒന്നും തന്നെ വൃഥാവാവുകയില്ല. മറിയയെയും ലാസറിനെയും മാർത്തയെയും നോക്കി നമുക്ക് പഠിക്കാം. ലാസർ സകല മഹത്വവും പുകഴ്ചയും കർത്താവിന് തന്നെ നൽകി. ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവ് കാരണമാണ് എന്ന് പറഞ്ഞ് അവനോട് കൂടിയിരുന്ന് അവൻ്റെ മുൻപിൽ നിന്ന് അവനായിട്ട് സാക്ഷ്യം പറഞ്ഞു. അതുപോലെ തന്നെ കർത്താവ് ചെയ്ത അത്ഭുത കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ മക്കളുടെ മക്കൾ പോലും അത് മനസ്സിലാക്കുവാനായി മറ്റുള്ളവരോട് നമുക്ക് പറയാം. മാർത്തയെപ്പോലെ കഴിവുള്ള പണികളെല്ലാം ചെയ്ത് കർത്താവിൻ്റെ രാജ്യത്തിനായി പ്രയോജനപ്പെടാം. മറിയെപ്പോലെ അവനെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് അവന് സ്തോത്രം ചെയ്തുകൊണ്ട് അവൻ്റെ പാദപീഠത്തങ്ങൾ നമുക്കുമായിരിക്കാം. നമുക്കുള്ള വിലയേറിയ കാര്യങ്ങളെ കർത്താവിന് സമർപ്പിച്ചിട്ട് അവൻ്റെ കരത്താൽ അനുഗ്രഹിക്കപ്പെടാം, നന്മ പ്രാപിക്കാം. ഒരുപക്ഷേ നിങ്ങളും ദൈവം ചെയ്ത നന്മകളൊക്കെ മറന്നിട്ട് ആ യൂദാ ഇസ്കര്യത്തിനെ പോലെ ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നവരാണെങ്കിൽ, ദൈവനാമത്തിനു വേണ്ടി നിൽക്കുവാൻ കഴിയാത്തവനായി, ദൈവത്തിനു വേണ്ടി ഒരു കാര്യവും ചെയ്യുവാൻ കഴിയാത്തവനായി, അവന്റെ രാജ്യത്തിന്റെ വിഷയങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് സ്വന്തം കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ പശ്ചാത്താപത്തോടെ അടുത്തുവരാം. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞതായി കർത്താവിൽ വിശ്വസിച്ച് ദിനംതോറും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയോടുകൂടി കർത്താവിന്റെ ഹിതം അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ, കർത്താവിന്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് ശീലമാക്കി അവന്റെ സാക്ഷികളായി നിങ്ങൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ ചെയ്യുക, കത്തയക്കുക, ഇമെയിൽ അയക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കത്തോടെയായിരിക്കും. പ്രാർത്ഥനാ വീരന്മാർ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം എഴുതി എന്നെ അറിയിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ നമുക്ക് കാണാം. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അനുഗ്രഹീതമായ ശുശ്രൂഷ നിങ്ങളും ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്തോത്രകാഴ്ച സംഭാവനയെ അയച്ചു തന്നുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും പ്രാപിക്കുവാൻ കഴിയും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 08939393939 എന്ന നമ്പറിലേക്ക് വിളിക്കുക. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ